മലപ്പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകള് വീക്ഷിക്കുന്ന ഒരു സ്ഥലം മിനി ഊട്ടി എന്ന് പറയും. ഊട്ടിയല്ല, മിനി ഊട്ടി, നമ്മുടെ സ്വന്തം മലപ്പുറത്ത്. ആ മിനി ഊട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പോകുന്നവരും ഒരു ഭാഗത്ത് കാണാതെ തിരിച്ചു പോകുന്നവരും, അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. 1600 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഈ കാണുന്നത് മുഴുവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാര് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. ബ്ലോക്ക് കണ്ടോ, കാണണ്ടോ? രസല്ലേ? രസമില്ലാന്നാട്ടോ പറയുന്നത്. ഫുള്ള് ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. എന്നാലും പോയി കണ്ടു വരുന്ന ആളുകൾ പറയുന്നത് മുഴുവൻ നെഗറ്റീവ് റിവ്യൂ ആണ്. കൊടുങ്ങല്ലൂര് നിന്ന് വരാണ്. കറക്റ്റ് ഗ്ലാസ് പിടിച്ച് കറക്റ്റ് ആയിട്ട് കാണാം. സംഭവങ്ങള് നടക്കുന്നുണ്ടെന്നുള്ള ഭയങ്കരമായ ഇത് നടക്കുന്നത്. അപ്പൊ ഞങ്ങളവിടെ കൂടെ ഒന്ന് പോയോക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങള് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാലോ. പെരുന്നാളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാരും പോകുന്നത് മിനി ഊട്ടി. 2 കിലോമീറ്ററൊക്കെ ബ്ലോക്കാന്നാണ്. അവിടെ കാണുന്നില്ല എന്താ സംഭവം, നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാം. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം എത്താനായി. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബൈക്കിന് പോകുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടും വളരെ മോശം റോഡാണ്. പറഞ്ഞ മാതിരി തന്നെ നല്ല ബ്ലോക്കാണ്. നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കയറി പോവാണ്. പോട്ടെ അടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. റോഡും ഇതുവരെ നല്ല കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല റോഡൊക്കെ തന്നെ പോകുമ്പോഴത്തേക്ക്. ബ്ലോക്ക് കണ്ടോ, കാണണ്ടോ? രസല്ലേ? രസമില്ലാന്നാട്ടോ പറയുന്നത്. ഇപ്പൊ പാർക്കിംഗ് അല്ലേ താഴ്ത്തിക്ക? ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ആൾക്കാരില്ലോട്ടോ, ഞാൻ കണ്ടില്ലല്ലോ. ബ്ലോക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മുതലാവോ? ഇല്ലേ, കാര്യമില്ല, സംഭവമില്ലല്ലേ, വെറുതെ പോയോ. നിങ്ങളെവിടുന്ന് വരുന്നേ? നിങ്ങളെവിടുന്ന്? ആ പോയില്ലാണ്ടോ? എവിടെ ഇതിനെ മാത്രം ഉണ്ടോന്ന് നമുക്ക് നോക്കാലോ. കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് സംഭവം, എവിടുന്നൊക്കെ ആൾക്കാർ വന്നേന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ജനങ്ങളുടെ പെരുപ്പാണ്, നല്ല കാറ്റുണ്ടോ. ആൾക്കാര് കിലോമീറ്ററുകളോളം നടക്കുകയാണ് വണ്ടി നിർത്തിയിട്ട്. അത്രയും ബ്ലോക്കാണ്. മറ്റേ നീർച്ചക്കറ്റ പോയാൽ മതി. 2 കിലോമീറ്ററിന്റെ അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ നടക്കുന്നത്. അപ്പൊ നമ്മള് മിനി ഊട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്തി. ഇതാ കാണുന്ന ഒരു ദൂരത്തിൽ എത്തിക്കഴിഞ്ഞു. വൻ വ്യൂ ആണ്. ഏതായത് ഇത്രക്ക് റിസ്ക് എടുത്ത് എത്തിക്കഴിഞ്ഞാലും വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അടിപൊളി വ്യൂ ആണ്. വൻ വ്യൂ ആണ്, അടിപൊളി. വാ, ഇവിടെ എത്തി ഇത്ര റിസ്ക് എടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുതലാവും. വാ, നിലമ്പൂരിൽ ഞങ്ങൾ വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? മുതലായോ? മുതലായോ? അടിപൊളിയാണ് അല്ലേ? കുറച്ച് തിരക്ക് എടുത്തിട്ട് കയറി കഴിഞ്ഞാലും മേലെത്തി കഴിഞ്ഞാൽ മുതലാവൂലേ അല്ലേ? അത്രയും ട്രാഫിക് കയറുന്ന കഴിഞ്ഞ് കഴിഞ്ഞാലും. എത്രയാണ് ഇതിന് ചാർജ് ഒക്കെ വരുന്നത്? 20. ആ 100. അപ്പൊ അടിപൊളിയാണ്. താങ്ക്സ്. സ്മാർട്ട് സിംഗം. നല്ല മഴയാണ്. ഇതിന്റെ മേലെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. ടിക്കറ്റിന് എത്രയാണ് ചാർജ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിന് ഒരുപാട് എൻജോയ്മെന്റ് ഉണ്ട് ഇവിടെ. എത്ര മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ അവിടെ മേലെ പാറമ്മ കയറിയിട്ട് നമുക്ക് ഒരുപാട് വ്യൂസ്, റീൽസ്, വീഡിയോസ് എല്ലാം ചെയ്യാം. നല്ലൊരു വ്യൂസ് ആണ്. താഴെ കോടമഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഈ കാണുന്നത് മുഴുവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആളുകൾ ഒരു
കൊണ്ടോട്ടി തീർച്ചയായിട്ടുണ്ട്. അതെ അതെ അവിടെ ചോറ് കൊടുക്കണ്ടേ വെറുതെ? ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ടിക്കറ്റ് എടുക്കും? അപ്പൊ നമ്മളിതിന്റെ ഉള്ളിലെത്തിക്കണം. നടക്കാൻ സ്ഥലമല്ല പറയുകയാണെങ്കിൽ. അതിന്റെ മാത്രം ഓരോ സ്ഥലം കാണിച്ചു തരാം. ഉള്ളിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. മുന്നോട്ട് പോയി നോക്കാം. ഇതിന്റെ ഉള്ളിലെത്തിയിട്ട് കൂടുതൽ ആൾക്കാരും ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കാണാനുള്ളത്? പല ആളുകൾക്കും ഒരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റൂല. ഇതിന്റെ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് നോക്കുന്ന ആ വലിയ വ്യൂ, കാരണം നമ്മൾ ഒരുപാട് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് മേലെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ കാഴ്ച, താഴെ കോടമഞ്ഞ് പോകുന്നതും മലനിരകളും, ആ കാഴ്ചയാണ് പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ ഇവിടെ അടിപൊളിയായി എൻജോയ് ചെയ്യുന്ന ഒരു ടീംസിനെ കാണിച്ചു തരാം. ചെക്കന്മാർ ഫുൾ വൈബിലാണ്. എന്തെങ്കിലും പറയാനുള്ളത്? അടിപൊളിയല്ലേ? അപ്പൊ ഇവിടേക്ക് വന്നാൽ മുതലാവില്ലേ? 20 രൂപയ്ക്ക് 100% മുതലായി. മഴ ആസ്വദിക്കല്ലേ? അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. റോഡ് പോയിന്റ് കറക്റ്റ് ഗ്ലാസ് പിടിച്ച് കറക്റ്റ് ആയിട്ട് കാണാം. പിന്നെ അജോ, എനിക്ക് ഏറ്റവും വലിയ വേറെ സന്തോഷം എന്താണ്? എന്താ വെച്ചാല്, നമ്മള് ഇത് വെറുതെ കിടന്നൊരു മലയാണ്. ഈ വെറുതെ കിടന്നൊരു മല എന്താക്കി ഇത്രയും വരുമാനമുള്ള സംഭവമില്ലേ? ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തെന്നുള്ളത് ഒരു സന്തോഷിക്കുന്ന. കാരണം ആസ് എ ട്രാവലിംഗ് ടൂറിസം സ്റ്റുഡന്റ് എന്ന നിലക്ക് ഇത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ കടന്നൊരു മല, വെറുതെ നമ്മൾക്ക് ഇതിലേക്ക് പാസ് ചെയ്യുന്ന മലയായിരുന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവം, ഇത്രയും ആളുകൾ വന്ന് ഇത്രയും ക്രൗഡ്, ഒരു ഗവൺമെന്റിന് എത്ര വരുമാനമാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ശരിക്കും ടൂറിസം കൊണ്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഭയങ്കര സന്തോഷം. ആസ് എ ടൂറിസം സ്റ്റുഡന്റ് എന്ന നിലക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെയൊക്കെ ഒരുപാട് ഫേമസ് ആണ് ഈ സ്ഥലം. നമ്മൾ ഇവിടെ വന്നോമ്പോഴാണ് ഇതിന്റെ ഒരു വൈബാണ്, പ്രത്യേക എനർജിയാണ് ഇവിടെ. നിങ്ങളെങ്ങനെ കണ്ട് ഇതിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? ഞാനാണ് യൂട്യൂബിൽ നോക്കിയപ്പോഴാണ്, ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടു. അങ്ങനെ എന്തായാലും കുട്ടികളൊക്കെ വന്നോമ്പോഴാണ് ഇതിന്റെ. നിങ്ങൾ നാട്ടിലാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്താ? അടിപൊളി, ഒന്നും പറയാം. സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇത് മലനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ഷബീറാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം മുതലേ അറിയപ്പെടുന്ന ഒരു മല തന്നെയാണ്. അന്നേരം അരിമ്പ്രമല എന്നും ചെറുപ്പമല എന്നൊക്കെ വ്യത്യസ്തമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ഓക്കെ, 1200 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഉണ്ടായ ഒരു അമ്പലമുണ്ട്. അതിന്റെ പിന്നെ അവശിഷ്ടങ്ങളും പിന്നെ എല്ലാ മാസവും എല്ലാ വർഷവും ഏതൊരു വെള്ളിയാഴ്ച അവിടെ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു. അതിനും വേണ്ടിയായിരുന്നു ആദ്യത്തെ ഈ മല യൂസ് ചെയ്തിരുന്നത്. അതെ, പിന്നെ അങ്ങോട്ടുള്ള ഒരു വഴി മാത്രമായിരുന്നു ഇത്. മില്ലൂട്ടിലൂടെ കയറി ഇറങ്ങി അവിടെ ഒരു അടയാളം പാറ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കോറി മാഫിയകളുടെ കയ്യിലാണെങ്കിൽ കൂടി പിന്നീട് അവിടുന്ന് കയറി ഇറങ്ങിയിട്ട് ഒരു തിരുവണ്ണമല പോവുക, ഇതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗത്തിനുപരി വർഷത്തിലെല്ലാ പിന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ചെയ്തു പോന്നിരുന്ന പിന്നെ എന്താ പറയുക ഒരു പിന്നെ കാര്യം പോലെ കണ്ടിരുന്ന ഒന്നാണ്. അതിന്റെ ഇടയിലാണ് ഇവിടെ ഏകദേശം ഒരു 100ഓളം ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് മാറി ഇപ്പോ എത്ര വർഷം മുമ്പായിരിക്കും അത്? ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് ഇടയിലാണ്. കാരണം അന്നത്തെ സമയങ്ങൾ വരെ പിന്നെ ഇതുണ്ടായിരുന്നു. പിന്നീട് അവർ അച്ഛന്മാർ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് മുഴുവൻ ഏകദേശം ഒരു 70-80% ഫാമിലീസും ഇവിടുന്ന് വിറ്റിട്ട് പിന്നെ അവരുടെ സ്വന്തം നാട്ടായി ഇവിടെയൊക്കെ കുടിയേറി പാർത്തവരായിരിക്കുമല്ലോ കൂടുതലും. അത് മാറിയിട്ട് ഏകദേശം കോട്ടയത്തേക്കാണ്. ഒരു തരത്തിൽ നമ്മളെ മലിനെ തുറക്കുന്നുണ്ടെങ്കിൽ കൂടി, അതായത് അതിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷെ വേറൊരു തരത്തിൽ ഇവിടേക്ക് റോഡും കാര്യങ്ങളൊക്കെ വരാൻ പിന്നെ ഒരു പ്രധാന കാരണമായി മാറിയത് ഈ കോറികൾക്കായിരുന്നു. ആ സമയത്താണ് ഇതുപോലത്തെ നല്ല സീനറുള്ള സ്ഥലങ്ങൾ ആൾക്കാർ കണ്ടെത്തുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് പിന്നെ കൂടുതൽ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ മാത്രം വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അതിനുപരി ഇപ്പം പിന്നെ ഒരു പതുക്കെ കയറി ഇപ്പം അത്യാവശ്യം നന്നായി ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് എത്രത്തോളം നിലനിൽക്കുന്നുള്ളത് സസ്റ്റൈനബിൾ ആയ ടൂറിസം നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് എത്രത്തോളം നിലനിൽക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ടൂറിസത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആളാണ് ജെംസ് കോളേജില്. അപ്പൊ അതിനെ സ്നേഹിക്കുന്ന ആളാണ്, ടൂറിസത്തെ സ്നേഹിക്കുന്ന ആളാണ്. നമ്മൾ രണ്ടോളം ഒരുമിച്ച് പഠിച്ചതുമാണ്. അപ്പൊ ഷബീർ പറഞ്ഞതനുസരിച്ച് ഏകദേശം 1600 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ആ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്ന വഴിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു കോറി മാഫിയ വരുന്നു. അവർ അതിലേക്കുള്ള റോഡ് ഉണ്ടാക്കുന്നു.
അതിനുശേഷം ആളുകൾ തന്നെ കണ്ടെത്തുന്ന ഒരു സ്ഥലം, ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയാം. അതാണ് ഈ കാണുന്ന ഇത്രയും വലിയ ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. സബ്സ്ക്രൈബർ ഇവിടുന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആൾ പേരെന്തായിരുന്നു? ബഷീർ എന്നാണ് പേര്. എവിടെയാണ് സ്ഥലം? പാണ്ടിക്കാടാണ് വരുന്നത്. നമ്മുടെ പരിസരത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ വന്നിട്ടുള്ളത്? വണ്ടിയിലാണ് വണ്ടി കൊണ്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് സ്ഥിരം പെരുന്നാളും കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് പരിചയപ്പെട്ടു. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ കയറാതെ പോകേണ്ടി വരും വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് 7 ആൾക്ക് വേണ്ടിയിട്ട് ആള് 9 ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ 2 ടിക്കറ്റ് നേരെ 200 രൂപ, 1 രൂപ പോലും എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നില്ല. ചേട്ടൻ പറഞ്ഞു റൊക്കം പൈസ, സ്ട്രേറ്റ് ഡീലായിരുന്നു അല്ലേ. പൈസ കൊടുത്തു, ടിക്കറ്റ് റെഡിയാണ്. 9 ആൾക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ, അവിടെ ക്യൂ ഒരു വലിയ ക്യൂ ആണ്. 2-3 മണിക്കൂർ നിൽക്കേണ്ടി വരും. അപ്പോഴേക്കും ലൈറ്റിംഗ് എല്ലാം പോകും, നമുക്ക് നല്ല വീഡിയോ കിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടനോട് വരും. ചേട്ടൻ സ്ഥലം എവിടെയാണ്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരാണ്. ഇത്ര ദൂരം ഇവിടേക്കായിട്ട് വന്നാണോ? ഇവിടെ കൊണ്ടുവന്ന് ആണ്. ഓക്കെ ഓക്കെ, ഫ്രണ്ടിന്റെ നാടാണിത്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ചേച്ചിയുടെ അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായം. എന്താണ്? കുഴപ്പമില്ല. മിനിയൂട്ടി ആയിട്ടില്ല. മിനിയൂട്ടി അവന് ഇത്തിരി കൂടി ഉണ്ട് അല്ലേ? ബാക്കി ഓക്കെയാണ്. ഒരു 25% ഓക്കെയാണ്. പിന്നെ ഇവിടുത്തെ വഴി വലിയ പ്രശ്നമാണ്. പൊളി. ഇതിലപ്പുറം ഒന്നും പറയാനില്ല. നമ്മുടെ സ്വന്തം മലപ്പുറത്ത് ഇതിലും വലിയൊരു സംഭവം നമുക്ക് വരാനില്ല. ഇത്രയും ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. വന്ന സമയത്ത് നമ്മൾ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടി, ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടി. പക്ഷെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഇതിന്റെ മേലെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ്, ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ്. കണ്ടോളി മക്കളെ, ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇവിടുത്തെ ക്രൗഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇത് കയറാൻ വേണ്ടി മാത്രം ഇങ്ങനെ ക്രൗഡ്. 5 മിനിറ്റ് മാത്രമാണ് ഇതിന് സമയമുള്ളത്. ആ ക്രൗഡ് ഈ കാണുന്ന ആളുകളൊക്കെ ഇത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റിസ്ക് ഉള്ള കാര്യം. നിങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് മാറ്റി വെക്കണം. കാരണം അത്രയും വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ആ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്യൂ ഉണ്ട് ഇവിടെ, ഇതിന്റെ എൻട്രൻസിലേക്കുള്ള ഈ ക്യൂവിൽ വന്നിട്ട് നിങ്ങൾ ക്യൂ നിൽക്കണം. അതിനുശേഷം അവിടുന്ന് കടത്തി വിടുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഓരോരുത്തരായിട്ട് കയറി വരാൻ പറ്റുക. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ഭയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു ടീം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ 5 മിനിറ്റ് ആണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയം. അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാണ്ടെങ്കിൽ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കാണ്ടെങ്കിൽ എടുക്കുക. പിന്നെ മാക്സിമം ഈ വ്യൂ നിങ്ങൾ ആസ്വദിക്കുക. ഇത് കഴിഞ്ഞാല് അവിടെ ചെല്ലുമ്പോ ഒരു ഇത് വരണ്ടല്ലേ? അതെ അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ ഇനി ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും ഒരു ഭയം വരും ചെറുതായിട്ട്. വൈബ്.